പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. മയക്കുമരുന്നിനെതിരെ എല്ലാ സംഘടനകളും രാഷ്ട്രീയ മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് പണത്തുമ്മൽ മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് മയക്കുമരുന്നിനും മദ്യത്തിനും മറ്റു ലഹരി വസ്തുക്കൾക്കുമെതിരെ പ്രതിഷേധമറിയിക്കുവാനും വീടുകൾ കയറി ബോധവൽക്കരണം നടത്താനും തീരുമാനിച്ച വിവരം നിങ്ങളെ ഏവരെയും അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, അതിന് ഉത്തരവാദികൾ നിങ്ങളാവും. അതുകൊണ്ട് വളരെ ജാഗ്രത പുലർത്തി നിങ്ങൾ പോകാവൂ എന്ന് അവർക്ക് കർശന നിർദ്ദേശം നൽകിയതിന്റെ ഭാഗമായിട്ട് പ്രശ്നമൊന്നും. പക്ഷേ ഇപ്രാവശ്യം ഇങ്ങനെ ടൂർ പോയി കഴിഞ്ഞാൽ, ഒരു സ്കൂളിൽ നിന്ന് ടൂർ പോയി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടേത് മാത്രമായിട്ടുള്ള ടൂറുകൾ, ഇതുപോലെ പ്രായപൂർത്തിയാവുന്ന ടൂറുകൾ പല സ്കൂളിലേക്ക് വ്യാപിക്കും. നമുക്ക് കേട്ടുകേൾവിട്ടോ അങ്ങനത്തെ അവസ്ഥ? നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ടൂർ എന്ന് പെരയിൽ പറയാൻ പറ്റും. ഞാനൊന്നും സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നു പറയുമ്പോ നമ്മളത് കേട്ടിരിക്കാന്നല്ലാതെ വീട്ടിൽ പോയിട്ട് പറയാൻ പറ്റില്ല. നമ്മളൊക്കെ അവസ്ഥ നമുക്കത് അറിയാമായിരുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ, വീട്ടിലെ വിഷയങ്ങൾ. മമ്പാട് കോളേജിലേക്ക് ഞാൻ പ്രീ ഡിഗ്രിയും 85 മുതൽ 90 വരെ പഠിച്ച കാലത്ത് 1 രൂപയാണ് വീട്ടിൽ നമുക്ക് പൈസ. വിവിധ രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും മറ്റു മതക്കാരും എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ടാണ് ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. നമ്മൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ വലിയ വിപത്തിലേക്ക് പോകും. ഇന്നലെ ഉണ്ടായ ഒരു സംഭവം, ഒരു ഷാനിബോ കോഴിക്കോട്ടുകാരനായിട്ടുള്ള ഒരു പയ്യൻ, MDMA വിൽപ്പനക്കാരൻ, പോലീസിനെ കണ്ടപ്പോ MDMA വിഴുങ്ങി. പത്രത്തിൽ ഇന്നലെ അത് വാർത്തയിൽ വന്നതാണ്. വിഴുങ്ങിയതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഇവൻ ആശുപത്രി കൊണ്ടുപോയി. ആദ്യം ഇവൻ സർജറി നടത്താൻ സംഭവിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ മരിച്ചു. മാരക വിഷമാണ് ഇത്. സിന്തറ്റിക് ലഹരി പദാർത്ഥമാണ്, രാസലഹരിയാണ്. പണ്ടൊക്കെ നമ്മളും കള്ളും ചാരായവും മാക്സിമം പോയാൽ നടക്കാം. ഈ കള്ളടിച്ചാലും ചാരായൊക്കെ വെച്ചാലും അത് സിന്തറ്റിക് അല്ല. അത് എന്താ പറയാ, കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതല്ല. അതൊക്കെ ഒരു കള്ള് എന്ന് പറഞ്ഞാൽ അത് ആ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. ഈ സ്പിരിറ്റ് ആണെങ്കിൽ പോലും ഉണ്ടാക്കുന്നത് എങ്ങനെ? അതൊക്കെ ഒരു എന്താ പറയാ, സിന്തറ്റിക് ആയിട്ട് ആ തരത്തിൽ ഉണ്ടാക്കുന്ന. എന്നാല് ഇപ്പൊ കഞ്ചാവ് വളർത്തുന്നത് ഒരു പ്രത്യേക ചെടിയാണ്. അത് മരുന്നിന് പോലും ഉപയോഗിക്കുന്നത്. അതിൽ നിന്നുണ്ടാവുന്ന ഇന്നത് മാറി. ഇന്നിത് രാസപദാർത്ഥം കൊണ്ട് നമ്മൾ ലാബിൽ നിർമ്മിക്കുന്ന സിന്തറ്റിക് ലഹരി പദാർത്ഥമായിട്ടുള്ള MDMA പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കള്ളു കുടിച്ച് കുറച്ച് കൂടുതൽ കുടിച്ച് സെക്രട്ടറി വാപ്പു മുസ്ലിയാർ അധ്യക്ഷം വഹിച്ചു. N ഉണ്ണിയൻകുട്ടി സ്വാഗതവും, അറശ്ശേരി കുഞ്ഞാണി, സീബ വള്ളിക്കുത്ത്, അറുമുഖൻ തുടങ്ങിയ വാർഡ് മെമ്പർമാരും പങ്കെടുത്ത് സംസാരിച്ചു. വിഷമാണ്. ഈ വിഷം അകത്തി എന്നാൽ മാരകമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഒന്ന് ഇത്. അതിന്റെ മുന്നേ ഒരു സംഭവം ഉണ്ടായി. നിങ്ങൾക്കറിയും, താനൂര് ജിഫ്രി എന്ന് പറയപ്പെടുന്ന ഒരു യുവാവ് മരണപ്പെട്ടു പോലീസ് കസ്റ്റഡിയിൽ വെച്ച്. എങ്ങനെയാണ് മരണം എന്നുള്ളതിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു, ഈ സാധനം അകത്തി എന്നിട്ടുണ്ട്, ഒരു മരണകാരണം അതാ. അതിനോടൊപ്പം തന്നെ എന്ത് സംഭവിച്ചു, അവരുടെ ശരീരത്തിൽ അടിയുടെ പാടുണ്ടായിരുന്നു. പക്ഷെ മരണകാരണം പറയുന്നതാ. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മരിച്ചപ്പോ മരണപ്പെട്ട ആള് വലിയ വിശുദ്ധനായി. പിന്നെ അത്രയും വിശുദ്ധനായിട്ടുള്ള ആള് ഈ ലോകത്തിൽ സംഭവിച്ചാലേ. ഞങ്ങളുടെ 4-5 പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവര് സസ്പെൻഷനായി അടുത്ത ദിവസം അവര് കയറിയത്. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? അവരെ 10 ഗ്രാം MDMA പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതകാലം ബുദ്ധിമുട്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചോക്കാണ്ട് പോയി കഴിഞ്ഞാൽ അവരുടെ സ്ഥലത്ത് ആ സ്കൂളിലെ കുറച്ച് പുറത്തായിട്ട് പണി തീരാത്ത വീട് കാണാം. പയ്യന്റെ പേരിൽ പോകാൻ പല പ്രാവശ്യം ഇതുപോലെ കഞ്ചാവ് പിടിക്കപ്പെട്ടവരുടെ ആ വീട് ഇന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സർക്കാർ കേസാണ്. ഒരു പണി അവർ നടത്താൻ പറ്റും. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകാം. പുതിയ നിയമപ്രകാരം സ്ഥിരമായ നമ്മുടെ വിദേശങ്ങളിലൊക്കെ ഇതിന്
ഇപ്പോ പിന്നെ ഊരാടുന്ന് ഈ അടുത്ത് വന്നൊരു കേസാണ്. ഊരാട്ടിൽ നിന്ന് നമ്മളെ പഴയ പോലീസ് സ്റ്റേഷനിൽ ഒരു ഇയാൾ ഒമാനിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അന്നും കൂടി നാട്ടിൽ നിൽക്കണ്ട. ഈ പരിപാടി ആയതുകൊണ്ട് നാട്ടിൽ നിന്ന് അത് ഒഴിവാക്കിയിട്ട് ഇന്ന് വന്നു. അന്ന് ശരി ഞായറും രണ്ടാം ശരി ഞായറൊക്കെ മാത്രമേ നമ്മുടെ സ്റ്റേഷനിൽ വലിയ ഗൗരവമുള്ള കേസുകളും പ്രശ്നങ്ങളും. അപ്പൊ 2 ദിവസം പോയ സ്ഥിതിക്ക് വന്ന് തിങ്കളാഴ്ച വരാമെന്ന് കരുതി. അപ്പൊ ഇന്ന് ഈ പരിപാടിക്ക് വന്നത് മാത്രമല്ല വേറെയുള്ള കൂടെയുള്ള പോലീസ് ഓഫീസർമാരെ കൂട്ടി കരുവാരകുണ്ട് CI സാർ നിങ്ങളോട് അല്പസമയത്തിനുള്ളിൽ സംസാരിക്കുന്നതാണ്. അധികം നേതാക്കൾ സംസാരിക്കാറുണ്ട്, എല്ലാവരെയും ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. തെക്കൻ കേരളം വടക്കൻ കേരളം അപേക്ഷിച്ച് പോലീസ് ഓഫീസർമാർ അതുപോലൊപ്പം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ വില്ലേജിലെ പിന്നാണെങ്കിൽ പോലും അവരെയൊക്കെ നല്ലവണ്ണം ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ജനസമൂഹം. അതിനെ പ്രത്യേകിച്ച് മലപ്പുറത്ത് അത്തരത്തിൽ കാണുന്ന ആളുകളാണ്. നിങ്ങൾക്ക് അനുഭവം എന്നൊക്കെ അറിയാം. അപ്പൊ ഞങ്ങളൊക്കെ നിങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ രാഷ്ട്രീയക്കാരെന്ന നിലയിൽ ഭരണകക്ഷി പ്രതിപക്ഷം ആ നിലയിൽ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും സാഹചര്യങ്ങളും രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ വിമർശനം എന്നല്ലാതെ നേതാവ് ഉണ്ണിക്കുട്ടിയാണ് ഈ സംസാരിക്കുന്നത്. ആവശ്യമാണ്. അതിന് ഞങ്ങൾ സഹകരിക്കുന്നവരാണ് എന്നുള്ളത് കൂടി അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട SHOയെ നമ്മളോട് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഞാൻ ആദരവ് ക്ഷണിച്ചു. അധ്യക്ഷ വളരെ സന്തോഷമുണ്ട്. ഇത്രയും പേര് ലഹരിക്കെതിരെയുള്ള ഒരു കർമ്മഭടന്മാരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒത്തുകൂടിയെത്തി. കേരള പോലീസിലെ ഒരു ഓഫീസർ എന്ന നിലയിൽ അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവും നിങ്ങളെ അറിയിക്കട്ടെ. ഇവിടെ പ്രശ്നം ഒത്തിരി ആൾക്കാർ ഈ പ്രദേശത്ത് ലഹരിക്കും മദ്യത്തിനും ഒക്കെ അടിമകളായിട്ടും അതിൻ്റെ അടിമകളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എനിക്ക് തോന്നുന്നു നിയമബോധം കൊണ്ട് ഈ സാധനത്തെ പറയാൻ സാധിക്കില്ല. നിയമത്തിൻ്റെ ബോധമല്ല. ഇപ്പോൾ എൻ്റെ ഫോണ് ആ മേശപ്പുറത്ത് ഏകദേശം ഒരു 15 രൂപ എൻ്റെ അടുത്ത് വിലയുണ്ട്. ആ സാധനം നമ്മുടെ ഉണ്ണിക്കുട്ടി അടിച്ചു മാറ്റി കൊണ്ടുപോകാത്തത് നമ്മുടെ IPC 379 വകുപ്പ് പ്രകാരം പണിഷബിളായ കുറ്റമാണ് എന്നുള്ള നിയമബോധം കൊണ്ടല്ല. എൻ്റെ പുറകിലിരിക്കുന്ന ആളുടെ കയ്യിലൊക്കെ തന്നെ 1 ലക്ഷം രൂപയുടെ വിലയുള്ള സ്മാർട്ട് ഫോണൊക്കെ കയ്യിലുണ്ട്. തൊട്ടടുത്തവൻ അടിച്ചു മാറ്റിക്കൊണ്ടുപോകാത്തത് ഈ നിയമബോധം കൊണ്ടല്ല, മറിച്ച് അവരുടെ മനസ്സിലുള്ള വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സഹോദരത്തിൻ്റെ ഒരു വലിയ മൂല്യം മനസ്സിലുള്ളതാണ്. ആ മൂല്യം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ഇതുപോലുള്ള കൂട്ടായ്മകൾ ശ്രമിക്കേണ്ടത്. അങ്ങനെയുള്ള മൂല്യബോധമുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള കുറ്റങ്ങളും കുറ്റകൃത്യങ്ങളും ക്രൈമുകളും അതേപോലെ തന്നെ ഇത്തരം ഒഫൻസുകളൊക്കെ മാറ്റുവാൻ സാധിക്കുമെന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അത്തരം മൂല്യബോധങ്ങൾ ഓരോരാളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി ഈ ലഹരി ഉപയോഗിക്കുന്നവരൊക്കെ തന്നെ വിവരമില്ലാത്തവരും പൊട്ടന്മാരും ആണെന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ്. ഒത്തിരി ഡോക്ടർമാർ ഉപയോഗിക്കുന്നു, ഒത്തിരി വക്കീൽമാർ ഉപയോഗിക്കുന്നു, ഒത്തിരി മജിസ്ട്രേറ്റുമാർ ഉപയോഗിക്കുന്നു, ഒത്തിരി പോലീസുകാർ ഉപയോഗിക്കുന്നു, ഒത്തിരി അധ്യാപകർ ഉപയോഗിക്കുന്നു, പല മേഖലകളിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നു. ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് ഒരു ഓവുചാലിൽ ഒരാൾ വീണു, നല്ല മൂഡിലാണ് വീണു. അപ്പോൾ അതിലുള്ള ചെറുപ്പക്കാരൊക്കെ അയാൾ സങ്കടം തോന്നി. അയാൾ ഹോസ്പിറ്റലിൽ വെച്ചു. മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന് ട്രീറ്റ് ചെയ്ത് സൂപ്പറിന് പോകുമ്പോൾ അയാളുടെ പൾസ് റേറ്റും ഒക്കെ തന്നെ വളരെ അബദ്ധമാണ്, വളരെ ലോ ആണ്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അയാൾ മരണപ്പെടുകയും ചെയ്തു. അയാൾ കയ്യിൽ ഒരു ചെറിയ കടലാസ് കൊണ്ടുണ്ടായി. ആ കടലാസ് കൊണ്ടിൽ 4-5 വരി കവിതയുണ്ട്. അപ്പോഴാണ് പിന്നീട് മനസ്സിലാക്കിയത്, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത് അയ്യപ്പൻ എന്ന് പറയുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന കവിയാണെന്നുള്ള ബോധമുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ, വളരെ നല്ല ഒരുപാട്
സ്ഥലങ്ങളിലൊക്കെ തന്നെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോട്ടുള്ള കലാലയങ്ങളിലും ക്യാമ്പസുകളിലൊക്കെ തന്നെ സഞ്ചരിക്കുകയും വളരെ മനോഹരമായ കവിതകൾ എഴുതുന്ന ഒരു ഒതുക്കുവാനുള്ള സ്നേഹത്തിൻ്റെ ആഴങ്ങളും അതിൻ്റെ ഡെപ്ത്നെസ്സും ഒക്കെ തന്നെ പകർന്നു നൽകുവാനുള്ള ആരോഗ്യം പോലും അയാൾക്ക് ഇല്ലാതെ പോയി. കാരണം ദിവസവും മദ്യപിച്ചും കഞ്ചാവ് പോലെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിച്ചും തന്നെ കരൾ കംപ്ലീറ്റ് പോയി. ഇനി ഞാൻ ഇതിനെക്കുറിച്ചുള്ള നിയമവശങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പിന്നെ മദ്യം ഉപയോഗിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ പ്രിയമുള്ളവരെ, എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു മനുഷ്യ ശരീരത്തിൽ വരുന്ന ദോഷങ്ങൾ അതിനെങ്ങനെ പ്രിവെന്റ് ചെയ്യാം, എന്തുകൊണ്ട് മദ്യപിക്കുന്നു, എങ്ങനെ പറയാം, ഇതിനെക്കുറിച്ചുള്ള വിശദമായ പിന്നെ ഒരു പ്രഭാഷണം നടത്തേണ്ട കാര്യമില്ല. കാരണം എന്നാൽ നിങ്ങൾക്ക് നല്ല ബോധമുള്ളവരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഇതിനെതിരെ പ്രവർത്തിക്കാനുള്ള നല്ല സുമനസ്സുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഇതിന് ഈ ഹാള് നിറഞ്ഞു കഴിഞ്ഞിട്ടില്ലെങ്കിലും വളരെ ശക്തമായി ഇതിനോട് നിലപാടെടുത്തവരാണ് ഇവിടെ കൂടിയിരിക്കുന്നത് മനസ്സിലാക്കുന്നത്. ഇതൊരു പക്ഷേ ഈ പ്രദേശത്ത് മദ്യവും മയക്കുമായതൊന്നും ഉപയോഗിക്കുന്നവരുടെ മീറ്റിംഗ് വിളിക്കുകയാണെങ്കിൽ ഈ ഹോളിൽ മതിയാവില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ പറഞ്ഞു വരുന്നത് പിന്നെ മനുഷ്യൻ എന്ന് പറയുന്ന ഭയങ്കര പവറുള്ള ഒരുപാട് കഴിവുകളുള്ള അൺലിമിറ്റഡായ കപ്പാസിറ്റിയുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. ഭയങ്കര പവറുള്ള ഒരു മനുഷ്യൻ. കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെ നമ്മളൊരു ചെറിയ വടി വെച്ച് നിൽക്കണമെന്ന് പറയും, നിൽക്കാനും വീഡിയോയുടെ ലെങ്ത് അല്പം കൂടിയിട്ടുണ്ട്. എല്ലാവരും ശ്രമിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പിടിച്ചു വലിക്കാനും ഒക്കെ പിന്നെ നിയന്ത്രിക്കുന്ന, ചെറിയ വടി വെച്ച് നിയന്ത്രിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. ഇത് മാത്രമല്ല, ഒരുപാട് അത്ഭുതങ്ങൾ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പിന്നെ നമ്മുടെ വെറുതെ ഒരു ഉത്തരം പറയും. നമുക്ക് ഈ ബാബു മുസ്ലിയാരോട് നീക്കുക അധ്യക്ഷനോട്, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യന്റെ ആയുസ് പരമാവധി എത്ര ജീവിക്കും? നമ്മളൊക്കെ എത്രയാ ജീവിക്കും? വെറുതെ മനുഷ്യന്റെ ആയുസ് എത്ര വരെ മനുഷ്യൻ ജീവിക്കുന്നു? വെറുതെ 70 വയസ്സ് വരെ. ഇതിൽ കൂടുതൽ പറയുന്ന ആരെയുണ്ടോ? ഇതിൽ കൂടുതൽ പറയുന്നത് 70 വയസ്സ് വരെ 80 വയസ്സ് വരെയുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ കൈമാറുകൊണ്ട് ഞാൻ ഈ ഒരാളെ കണ്ടിരുന്നു. അയാൾ ഒരു ആദിവാസി. അയാൾക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഒരു 80 വയസ്സുള്ള ആൾ പറഞ്ഞ്, ഞാൻ ചെറുപ്പത്തിൽ ഞാനിവിടെ ഇതിനോട് ഇങ്ങനെ ട്രൗസർ ഇട്ട് നടക്കുന്നവരോ ഇയാൾ നികുവർ തന്നെ. അപ്പൊ എത്രയുണ്ടാവും? ഏകദേശം 100 വയസ്സ്. എന്നാലേ ഈ അടുത്ത കാലത്ത് നമ്മൾ കേൾക്കുന്ന ഒരു പഠനത്തിൽ പറയുന്നത് ഒരു മനുഷ്യന്റെ ആയുസ് 150 വർഷം ജീവിക്കാനുള്ള ആ ജീവിക്കാനുള്ള എല്ലാ സാധന സാമഗ്രികളും ഗിരികളും എല്ലാ ചിപ്പും ഇൻസെറ്റ് ചെയ്തതിനാണ് പഠിച്ചുകൊണ്ടിരുന്നത് 150 വയസ്സ് വരെ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച് മരണപ്പെട്ടിരിക്കുന്നത് ഒരു ഫ്രഞ്ച് വരുതിയാണ്. ആ ഫ്രഞ്ച് മെരി ആൻമെറ്റ് എന്ന് പറയുന്നത് 122 വർഷക്കാലം ആ സ്ത്രീ ജീവിച്ചു. 1997 എന്റെ ഓർമ്മ ശരിയാണ്. ജീൻ കാൻമെന്റ് ജനോപകാരപ്രദമായ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിവെക്കാൻ നേതൃത്വം നൽകിയ പണത്തുമൽ മഹല്ല് കമ്മിറ്റിയെ ആദ്യം അഭിനന്ദിക്കാൻ അമ്പല കമ്മിറ്റി അംഗം സൈജു നിങ്ങളോട് സംസാരിക്കുന്നു. കാലഘട്ടത്തിന് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളോട് ഒത്തുകൂടിയിട്ടുള്ളത്. ജാതി, മത, വർണ്ണ, വർഗ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരുമിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്ന തിരിച്ചറിവാണ് ഇത്രയും ആളുകൾ ഇവിടെ ഒത്തുകൂടിയത് എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇതിന്റെ അവസ്ഥ ഒരു പരിധി വരെ എങ്കിലും നമുക്കറിയാമെന്ന് സമ്മതിക്കേണ്ടി വരും. നേരത്തെ അലവി സാറും അറുപേട്ടനൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇതിന് മുമ്പൊട്ടേറെ ജാഗ്രതാ സമിതികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു സമയം കഴിയുമ്പോൾ അത്തരം സമിതികൾ പല സാഹചര്യത്തിൽ നിന്നു പോകാറുണ്ട്. ഒരുപാട് മാറ്റം സമൂഹത്തിന് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ 10ാം ക്ലാസ് ആണെങ്കിലും മറ്റു കോളേജ് കാലഘട്ടമാണെങ്കിലും ഒക്കെ വട്ടമല റോഡിൽ ഒരു ദിവസം ഒന്ന് സന്ദർശിച്ച
പി വിജയവേട്ടൻ നിങ്ങളോട് സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, തോട്ടത്തിന്റെ അരികിലൊക്കെ സ്ഥിതികളൊക്കെ എത്രയായിരുന്നു കുപ്പികൾ ലോഡ് കണക്കിനാണ് കിടക്കുന്നത്. ആളുകൾ സഞ്ചാരം കുറഞ്ഞ ഭാഗത്തൊക്കെ എല്ലാ സൗകര്യങ്ങളുമായിട്ട് ഓരോരുത്തരും കുട്ടികളും ഒക്കെ ചെറുപ്പക്കാർ കുറെ ആളുകൾ രാവിലെ അവിടെ മലയിലേക്ക് വിസിറ്റ് ചെയ്ത കുറെ ആളുകൾ പല ആളുകളെയും അവിടെ നിന്ന് ആളുകൾ ഇറക്കി വിട്ട സംഭവം ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളെയും ആൺകുട്ടികളെയും അടക്കം അവിടെയുള്ള ആളുകളെ ഇറക്കിയിട്ട സംഭവങ്ങളുണ്ട്. നമ്മളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ കൂട്ടായ്മ വളരെ നന്നായി വിളിച്ചു ചേർത്ത് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. തുടർന്ന് നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വളരെ ജാഗ്രതരായി നമുക്ക് നിൽക്കേണ്ടതുണ്ട്. എല്ലാവരും മഹത്തായ ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ